ഞങ്ങളിന്ന് ചെറിയൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ. എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, സർപ്രൈസാണ്. ഞങ്ങൾ കണ്ടിട്ട് അറിഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു യാത്ര. പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അങ്ങോട്ടുള്ള എൻട്രി. വണ്ടിയൊന്നും എവിടെയും പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ല കേട്ടോ. അപ്പം അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നടക്കാൻ കുറേ ഉണ്ട്. നടന്ന് ഇങ്ങോട്ട് നടന്നിട്ട് അവസാനം എല്ലാവർക്കും വയ്യാണ്ടായി. ഇത് ചിലവ് വരെ താങ്ങാൻ കഴിയാത്തതിലും അപ്പുറമാണ്. അതിനിടയിൽ ഭീമമായ ഒരു തുക തന്നെ ചികിത്സക്കായി വളരെ അത്യാവശ്യവുമാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെങ്ങടെ പോകണമെന്ന് അറിയോ? അമ്പലത്തിൽ നേർച്ചയ്ക്ക് പോകണേ. കുറേ നടക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷമാകുന്നുണ്ട്. ടാറ്റ മാത്രം. കുന്ന് ബീരാനാവില്ലേ പാപ്പാട് നേർച്ചയാണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാനൊന്നും അറിയില്ല. കൊല്ലം ഉണ്ടാവും. ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പോവും. ചില കൊല്ലം പോവില്ല. അങ്ങനെ ആയിരുന്നു കേട്ടോ. പ്രാവശ്യം ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ്. സാക്ഷാത്കാരവുമായി നമ്മുടെ മാർഗം പ്രത്യേകിച്ചും കൈരളിയിലെ അജ്മീർ അപ്പുറത്ത് ഇവിടെ അത്യവിശ്രമം കൊള്ളുന്ന സുൽത്താനുൽ ദാഖിരി അജ്മീർ ഫക്കീർ ബീരാനവരെ ഉപ്പാപ്പ അവർ തന്റെ ജീവിതകാലത്ത് നാടിന്റെ ഐശ്വര്യത്തിനും മതമൈത്രിക്കും വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന മഹത്തായ 59. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തെത്തിയിട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് തൊഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ക്യൂ നിൽക്കുകയാണ്. റോഡിലെത്തിയാണ് കേട്ടോ ക്യൂ ഉള്ളിലേക്ക് കയറാനുള്ളത്. ജനങ്ങളങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എല്ലാ പരിപാടികളിലേക്കും നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. മാമലകളുടെ താഴ്വാരത്തിലെ അമ്പംകുന്നിന്റെ മണ്ണിൽ പാദം പതിഞ്ഞ മഹാനായ വീരാൻ ഒരു ഉപ്പാപ്പ അമ്പംകുന്ന് നേർച്ച എന്ന് പറയുന്നത് എനിക്കതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. നല്ല അറിവ് വെച്ചിട്ട് പറയാണ്. പിന്നെ മതസൗഹാർദ്ദപരമായൊരു ഒരു നേർച്ചയാണ് കേട്ടോ അമ്പംകുന്ന് നേർച്ച എന്ന് പറയുന്നത്. ജാതി മതവും ഭേദം ഇല്ലാതെ എല്ലാവരും വന്ന് തൊഴുത് അല്ല പ്രാർത്ഥിച്ച് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അത് സഫലമായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം ഇതേപോലെ പെട്ടി കൊണ്ടുവരാമെന്നാണ് കേട്ടോ പ്രാർത്ഥിക്കുക. എല്ലാവരും പെട്ടിയിൽ പലഹാരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇഷ്ടം പോലെ ജനങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്കും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരമൊന്നും അറിയില്ലേ. ഓരോ കാഴ്ചകൾ ഇതിങ്ങനെ ഓരോ കടകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എവിടെയും നിൽക്കണമൊന്നുമില്ല. രണ്ട് ഭാഗത്തും ഇങ്ങനെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വരുന്ന സമയത്താണ് കേട്ടോ ഓരോന്ന് നല്ല അടിപൊളി പാദസരങ്ങൾ എല്ലാം വെക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പാദസരങ്ങളൊക്കെ കേട്ടോ. ഷർട്ടുകൾ, ടെഡി ബിയർ, അടിപൊളി ടെഡി ബിയറൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒന്നും വാങ്ങിയില്ല ഗൈസ്.
ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവിടെ കാഴ്ചയില്ലാത്ത 2 ആൾക്കാർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് കിട്ടും ഗൈസ്. ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും നടന്നു. പിന്നെ അവിടെ തോണി, യന്ത്രഊഞ്ഞാൽ, മരണക്കിണർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ നല്ല പൊടിയായിരുന്നു അവിടെ. അതുകൊണ്ട് അവിടെ കുറച്ച് സമയം നിന്നുള്ളൂ. തോണിയൊക്കെ അവിടെ കുറച്ച് സമയം നിന്ന് കണ്ട് ഇതിനെപ്പറ്റി ഓരോന്ന് ഞാൻ പറയാം കേട്ടോ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയണതൊക്കെ വിഡിത്തങ്ങളായിരുന്നു കേട്ടോ. അപ്പം അത് അങ്ങനെ തോണീൻ്റെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചു. ഇനി ഇതൊക്കെ നേരെ ഫുൾ ടീം സെറ്റും വരുന്നത് മണ്ണാർക്കാട് പൂരത്തിന് കേട്ടോ. ഈ തോണി, യന്ത്രഊഞ്ഞാൽ, മരണക്കിണർ, കുട്ടികൾ കളിക്കുന്നത് എല്ലാം ഉണ്ടാവും. അവിടെ ഞങ്ങൾ കയറും കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ നല്ല പൊടിയായിരുന്നു. ഇവിടെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും പൊടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോന്നു കേട്ടോ. വരുമ്പോഴാണ് ഞങ്ങൾ മിന്നുവിന് പാദസരം വേണം പറഞ്ഞപ്പോൾ പാദസരം മേടിക്കുക കേട്ടോ. അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ കാലിൽ ലൂസാണ്. അപ്പോൾ അത് അവർ ചെറുതാക്കി തരികയാണ്, കാലിന് കറക്റ്റാക്കിയിട്ട് തരിക കേട്ടോ. ഒരു മോഡൽ പാദസരങ്ങളൊക്കെ കേട്ടോ. ഓൺലൈനിൽ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടമായി പറഞ്ഞിട്ട് മേടിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.